വാട്സ്ആപ്പ് യൂട്യൂബ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നേരെ വെയിൽസിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 45-50 മിനിറ്റോളായി. നമ്മൾക്ക് ഇനി ഡെസ്റ്റിനേഷൻ എത്താൻ വീണ്ടും ഒരു 50 മിനിറ്റോളം ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂറിന്റെ ട്രാവലാണ് നമ്മൾ കണ്ടോ. നമ്മൾ സോളോ ആയിട്ട് പോവാണ്. അപ്പം നമ്മൾ പോണ്ട് വൈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നോർത്ത് വെയിൽസിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. പ്ലസ് അവിടുത്തെ ആ ബ്രിഡ്ജിനെ ചുറ്റോട്ട് നിൽക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു വില്ലേജ് ഉണ്ട്. അത് നമ്മൾ ഈ വീട്ടിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ അവിടുന്ന് ചെറിയൊരു ട്രാവലും കൂടി ചെയ്താൽ നമുക്ക് നല്ലൊരു ഹിഡൻ വാട്ടർഫോൾ അവിടെ ഉണ്ട്. എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ അതും കൂടെ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഗൈസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് ഡേ ടൈം ഇപ്പോൾ വളരെ കുറവാട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് സർപ്രൈസിംഗ്ലി നമുക്ക് സണ്ണിനെ കിട്ടീന്. നല്ല വെളിച്ചമുണ്ട്, നല്ല വൃത്തിയുള്ള നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ്. 1 മണിക്കൂർ ബാക്കിലോട്ട് തന്നെ ചാടിട്ടോ. അപ്പോൾ നമ്മൾ നാടുമായിട്ട് ഇപ്പം നമുക്ക് 5.5 മണിക്കൂറിന് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വൈകുന്നേരം 4 മണി ആകുമ്പോഴത്തേനൊക്കെ തന്നെ ഇരുട്ടായി. സ്ഥലത്തിൻ്റെ ഒക്കെ ഭംഗി എന്ന് പറഞ്ഞാലേ, ഞാനിപ്പം ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഞാൻ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട്. തേടിൽ വലിയ കടലാട്ടോ, ഇപ്പോഴത്തെ ഫുള്ള് മലകളും ഫുൾ ഗ്രീനറീസ്, നല്ല ഭംഗിയുള്ള റോഡും, എല്ലാവരും നല്ല വൃത്തിക്ക് വണ്ടി ഓടിച്ച് പോട്. പീസ്ഫുള്ളായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. സ്പീഡ് എക്സീഡ് ചെയ്യില്ല, കുറച്ചുകൂടി വണ്ടി ഓടിക്കില്ല. ആ പ്രോപ്പർ സ്പീഡിൽ, ആ ഗിവൺ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ വണ്ടിയും നല്ല പ്രോപ്പർ അലൈൻമെൻറ്റിൽ ഇങ്ങനെ പോകണം. എന്ത് രസമാണെന്ന് അറിയുമോ. ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വളരെ വളരെ സുഖമാണ്. ബട്ട് നമ്മൾ എല്ലാ റൂൾസും നമ്മൾ പാലിച്ച് വേണം പോകാൻ. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറിലോട്ട് അഡാപ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നമ്മളങ്ങനെ ഫൈനലി നമ്മളെ ലൊക്കേഷൻ നമ്മൾ എത്തിട്ടോ. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ പറഞ്ഞ അത്രയും ഭംഗിയുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓൾഡ് വില്ലേജ് കൂടെ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. 2 വില്ലേജിന്റെ നടുവിലായിട്ട് കാണുന്ന ബ്രിഡ്ജാണ് പോണ്ട് വൈ ബ്രിഡ്ജ് എന്നുള്ളത്. അത് 500 വർഷം മുമ്പ് ഉണ്ടാക്കിയ ബ്രിഡ്ജാണല്ലോ. കംപ്ലീറ്റ്ലി സ്റ്റോൺ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. ഈ ഹോഴ്സ് റൈഡേഴ്സിനും അതേപോലെ ഗുഡ്സ് ഒക്കെ ക്യാരി ചെയ്ത് പോകുന്ന ഹോഴ്സസിന് ക്രോസ് ചെയ്യാനും വേണ്ടിയിട്ട്, ചെറിയൊരു പോണ്ട് ക്രോസ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കി വെച്ച ബ്രിഡ്ജായിരുന്നു അത്. ഇപ്പം വന്ന് അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. മുമ്പ് എല്ലാവരും ഇവിടുന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് അടിയിലോട്ട് വെള്ളത്തിലോട്ട് ചാടി കുളിക്കുമായിരുന്നു, ഇവിടുന്ന് ചാടി കുളിക്കുമായിരുന്നു. ഇപ്പം അത് പ്രോഹിബിറ്റഡ് ആണ്. ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വില്ലേജ് തന്നെയാണ് അത്. പണ്ട് റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്ന ഈ വില്ലേജ് ഇപ്പോൾ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ഈ റിഗാട്ട ഔട്ട്ഡോഴ്സ്. നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ ആ റിഗാട്ട ഔട്ട്ഡോഴ്സ് അതേ ഇൻഫ്രാസ്ട്രക്ചറിൽ കൊണ്ടുപോയി പോലെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പബ്ബും കഫേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാം ഇതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്താതെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം ഓട്ടം സീസൺ ആണ്, അതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ യാത്ര ചെയ്താലേ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. യാത്ര ചെയ്യൽ നിർബന്ധമായിട്ട് കഴിയുന്നത്. യാത്ര ചെയ്താലേ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. കയ്യാന്ന് വെച്ചാൽ സോളോ പോരിൻ്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ സ്ഥലമാണ്. പോണ്ട് വൈ ബ്രിഡ്ജിന്റെ അവിടെ ടൂറിസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ അവിടെ കാറും പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും എല്ലാവരും മാനേജ് ചെയ്തുകൊണ്ട്, ഒരു സൈഡിൽ ടൂറിസ്റ്റുകൾ നിൽക്കണു, ഒരു സൈഡിൽ കൂടെ വണ്ടി പോകണു. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് കേട്ടോ. എല്ലാ സ്ഥലം എന്ന് പറഞ്ഞാൽ വെയിൽസിൽ നമ്മുടെ സ്നോഡോണിയിലാണ്. പോണ്ട് വൈ ബ്രിഡ്ജ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് പോരാൻ പറ്റും. നമ്മളെ ലിവർപൂൾ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 1.5-1.25 മണിക്കൂർ മാക്സിമം അത്രേ വരുള്ളൂ കേട്ടോ. നമ്മളിപ്പം അവിടെ നിന്ന് നടന്നിട്ട് വുഡ്സിലോട്ട് ഇങ്ങോട്ട് കയറിയിട്ടോ. ആ വില്ലേജിൻ്റെ അവിടെ നിന്ന് സൈഡിൽ കൂടെ നടന്നാൽ തന്നെ അവിടെ സൈഡിൽ നമ്മളെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു വുഡ്സിലോട്ട് കയറുള്ള വഴിയുണ്ട്. അതിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് ഇരിക്കാൻ എല്ലായിടത്തും സ്ഥലം. നമ്മുടെ വ്യൂ, കിളികളെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും, പീസ്ഫുള്ളായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. അപ്പോൾ വുഡ്സിലൂടെ നമ്മൾ നടത്താൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനൊരു എൻട്രൻസ് കാണാൻ നമുക്ക്, മരം കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു പാത്വേ കാണാൻ നമുക്ക്. ബാക്കിലെ വ്യൂ നൈസല്ലേ. നമ്മളിങ്ങനെ നടക്കും. അപ്പോൾ ഏകദേശം ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ പാലത്തുമ്മലേ. അപ്പോൾ നേരത്തെ കളിച്ചൊരു ചെറിയ ഇൻ്റർസെക്ഷൻ ഉണ്ടല്ലോ, അപ്പം ആൾക്കാർ അവിടെ നിന്ന് നടന്നതിന് വലിയ ആ ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ഇപ്പുറത്ത് കൂടെ പോകും. ഞാൻ ഇത്രയും ഈ വുഡ്സിനിടയിൽ കൂടെ നടന്നിട്ടും ആ വില്ലേജിലൂടെ ഞാൻ ഇത്രയും നടന്ന് സ്ഥലങ്ങളൊക്കെ നോക്കി കണ്ടിട്ടും ഞാൻ ശ്രദ്ധിച്ച ഒരേ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു തുള്ളി പോലും വേസ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല. ആരും ഇവിടെ ലിറ്റർ ചെയ്യുന്നില്ല. കണ്ടോ ഗൈസ്, സൂര്യൻ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല.
കംപ്ലീറ്റ്ലി ഫ്രഷ് എയർ, നമുക്ക് നല്ല വൃത്തിക്കുള്ള സൗണ്ടും കാര്യങ്ങളും, നമുക്ക് റിവറിൻ്റെ സൗണ്ട്, കിളികളെ സൗണ്ട്, വുഡ്സ് നിന്നുണ്ടാവണ എന്താ പറയുക മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോഴുള്ള സൗണ്ടില്ലേ, അതൊക്കെ നമുക്ക് കാണാം. കംപ്ലീറ്റ്ലി നമ്മളൊരു മൂവി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ അത്രയും ഭംഗിയുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം തന്നെ ആട്ടത്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോൺവേ ബ്രിഡ്ജ്. പ്ലസ് നമുക്കൊരു വുഡ്സ് എക്സ്ട്രാ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ കിട്ടി. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ കൂട്ടാലോ. നമ്മുടെ സീക്രട്ട് വാട്ടർഫോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക് പോകാം. Tell me how to live life. These times it feels like nobody's right. Yeah, so